വീട്ടിൽ പോകുമ്പോ മോൻ നിക്കർ ഇട്ടുകൊണ്ട് നടക്ക സുഖാണോടാ തിന്നോടാ ഉറങ്ങണ്ടേടാ അപ്പ അതേ വീട്ടില് 15 വയസ്സുള്ള 18 വയസ്സുള്ള നിന്റെ പൊന്നാര പെൺകുട്ടികളായ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്. നീ എന്തുകൊണ്ട് അവനോട് പറയുന്നില്ല മോനെ ഇത് പാപമാ? അതാ പടച്ചവനെ ഔറത്തു മറയ്ക്കാത്ത വസ്ത്രവും ഇട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള്, ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളണം. ഇനി മേലാൽ ഈ വസ്ത്രം ഈ വീടിന്റെ അകത്ത് ധരിക്കരുത്. വേണമെങ്കിൽ കഥകടച്ചിട്ട് റൂമിന്റെ അകത്തിട്ടുകൊണ്ട് കിടന്നോ. അല്ലാതെ ഇവിടെ നീ മാത്രമല്ല, നിന്റെ ഉമ്മയൊരു പെണ്ണാണ്, നിന്റെ പെങ്ങളൊരു പെണ്ണാണ്. അവൾക്ക് ഇത് കാണുന്നത് ഹറാമാ. അതുകൊണ്ട് മേലാൽ ഇങ്ങനെ നടക്കരുത്. പെങ്ങള്, നിന്റെ പൊന്നാര മകളുണ്ടല്ലോ, പ്രായപൂർത്തിയായ നിന്റെ മക്കളുണ്ടല്ലോ, നിനക്ക് തന്നെ അറിയാ ആ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മാറിടം വരെ വെളിയിലാണ്. ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കൂടെ നടക്കുമ്പോ അവളുടെ ചെവിയിൽ പിടിച്ചിട്ട് പെണ്ണ് കഥകടച്ചിട്ട് റൂമിന്റെ അകത്ത് കിടക്കണമെങ്കിൽ ധരിച്ചോ, അല്ലാതെ ഇത് മേലാൽ ഇതിനകത്ത് ധരിക്കരുത് എന്ന് പറയാൻ കഴിയാത്തവര്, എന്ന് പറയാത്തവര് അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് ഏറ്റവും നശിച്ച 3 വിഭാഗം കണ്ടുകുടിച്ചവരും വ്യഭിചരിച്ചവരും സിർക്ക് ചെയ്തവരുമല്ല. ഈ സദസ്സിലെ നിരന്നിരിപ്പുണ്ട്, ഈ സദസ്സിലെ നിരപ്പിരിപ്പുണ്ട്. എന്റെ പെങ്ങന്മാരുണ്ട്. സ്വന്തം മക്കള് തെറ്റ് ചെയ്യുമ്പോ നിസാരമായി തെള്ളുന്ന വാപ്പാ, താടിയുള്ളവനാണെങ്കിലും തഴമ്പുള്ളവനാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും പള്ളിയുടെ സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, ഖത്തീബാകട്ടെ, പ്രവാസകനാകട്ടെ, ആരാണെങ്കിലും അല്ലാഹ് നിന്നെയൊന്നും വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം